ക്രിസ്ത്യൻ ഫോക്കസ് മീഡിയയിലേക്ക് സ്വാഗതം. അന്നാളുകളിൽ ഞാൻ എൻ്റെ പ്രിയനോടുകൂടി ഏകനായിരുന്നു. എന്നേക്കാൾ ഭാഗ്യദോഷി വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് എന്നെ സ്നേഹിക്കുന്നവർക്കും അല്ലാത്തവർക്കും ഒരുപോലെ തോന്നിക്കുമാറ് എൻ്റെ ജീവിതത്തിൽ അനേകം പ്രശ്നങ്ങൾ എന്നെ ചുറ്റിയിരുന്നു. പ്രസിദ്ധനായ സുവിശേഷകൻ സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി തൻ്റെ ജീവിതാനുഭവങ്ങളിലെ ദുരവസ്ഥകൾക്കിടയിലും പറഞ്ഞ വാക്കുകളാണിത്. ഇന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. പമ്പ നദിയുടെ തീരത്ത് ഇടയാറുമുള ഗ്രാമത്തിൽ കൊല്ലവർഷം 1059 വൃശ്ചിക മാസത്തിൽ മൂത്താമ്പാക്കൽ തറവാട്ടിൽ ഇട്ടയുടെയും മറിയാമ്മയുടെയും മകനായി സാധു കൊച്ചുകുഞ്ഞ് ജനിച്ചു. സൗമ്യനും നിർമ്മല ഹൃദയത്തിനുടമയുമായിരുന്നു അദ്ദേഹം. സാധു കൊച്ചുകുഞ്ഞ് ജനിക്കുന്നതിന് മുന്നമേ തൻ്റെ മാതാപിതാക്കൾക്ക് ഒരു പുത്രൻ കൂടി ജനിച്ചിരുന്നു. എന്നാൽ യാദൃശ്ചികമായി 2.5 വയസ്സുള്ളപ്പോൾ ആ പുത്രൻ ആറ്റിൽ വീണ് അകാല മൃത്യു അടഞ്ഞു. വീണ്ടും 6 പുത്രിമാർക്ക് ജന്മം നൽകി. എന്നാൽ തൻ്റെ മാതാപിതാക്കൾ ഒരു പുരുഷ പ്രജയ്ക്ക് വേണ്ടി വളരെയധികം ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായാണ് സാധു കൊച്ചുകുഞ്ഞിന്റെ ജനനം. ഇടയാറുമുള കുന്നുംപുറത്ത് MTLP സ്കൂളിലായിരുന്നു കൊച്ചുകുഞ്ഞ് തന്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത്. ഏതെങ്കിലും വിഷയത്തിൽ താല്പര്യം തോന്നിയാൽ അത് ശ്രദ്ധാപൂർവം പഠിക്കുന്ന ശീലമുണ്ടായിരുന്നു. ബാല്യത്തിൽ തന്നെ വളരെ പിടിവാശിക്കാരനായിരുന്നു അദ്ദേഹം. വൃദ്ധരായ മാതാപിതാക്കളുടെ ആഗ്രഹത്തെ തുടർന്ന് 12-ാം വയസ്സിൽ തനിക്ക് വിവാഹിതനാകേണ്ടി വന്നു. കുരയന്നൂർ വട്ടപ്പാറ പരേതനായ തോമസിന്റെ മകൾ ഏലിയാമ്മയായിരുന്നു തന്റെ ജീവിതസഖി. വിവാഹത്തിന് ശേഷം വളരെ കുറച്ചു ദിവസങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് സ്കൂളിൽ പോകാൻ കഴിഞ്ഞുള്ളൂ. താൻ പഠിച്ചിരുന്ന ക്ലാസ്സിൽ മറ്റാരും വിവാഹിതരല്ലാത്തതിനാൽ അനേകം പരിഹാസങ്ങൾ തന്റെ സഹപാഠികളുടെ ഇടയിൽ നിന്നും തനിക്ക് കേൾക്കേണ്ടി വന്നു. എന്നാൽ വീണ്ടും തന്റെ പിതാവിന്റെ നിർബന്ധപ്രകാരം പൂവത്തൂർ എന്ന ഗ്രാമത്തിൽ 2 ക്ലാസ് മാത്രമുള്ള ഇംഗ്ലീഷ് വിദ്യാലയത്തിൽ ചേർന്നു. കളിയായി പദ്യങ്ങൾ രചിക്കുന്നതിലും അദ്ദേഹം താല്പര്യം കാണിച്ചിരുന്നു. എന്നാൽ 2 വർഷത്തിന് ശേഷം സ്കൂൾ നിലച്ചു പോയതിനാൽ കൊച്ചുകുഞ്ഞിന്റെ വിദ്യാഭ്യാസം അവിടെ അസ്തമിച്ചു. അന്ന് കൊച്ചുകുഞ്ഞിന് 14 വയസ്സ്. വിദ്യാഭ്യാസം കഴിഞ്ഞതോടെ കൊച്ചുകുഞ്ഞിന് കുടുംബഭാരം ഏൽക്കേണ്ടി വന്നു. തന്റെ 15-ാമത്തെ വയസ്സിൽ മാതാവ് നിര്യാതയായി. ശാരീരിക സുഖം വേണ്ടത്ര ഇല്ലാത്തതിനാൽ പിതാവിനെ കൃഷികാര്യങ്ങളിൽ സഹായിക്കേണ്ടതായി വന്നു. സ്വന്തം പുരയിടത്തിലും മറ്റു പുരയിടത്തിലും കൃഷികൾ ചെയ്യുക, വീട്ടുചിലവുകൾ നടത്തുക തുടങ്ങിയവയൊക്കെ കൊച്ചുകുഞ്ഞിന്റെ ചുമതലയായി വന്നു. കൃഷിപ്പണികൾക്കിടയിലുള്ള വിശ്രമവേളകളിലും വൃക്ഷത്തണലിന്റെ ചുവട്ടിലിരുന്ന് പുസ്തകം വായിക്കുന്നത് തനിക്കൊരു ശീലമായിരുന്നു. വേദപുസ്തക പാരായണം, പ്രാർത്ഥന, സുവിശേഷ യോഗങ്ങൾ എന്നിവയിലും താൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. കൊച്ചുകുഞ്ഞിന്റെ 20-ാമത്തെ വയസ്സിൽ തന്റെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഇതിനോടകം കൊച്ചുകുഞ്ഞൊരു പിതാവായി തീർന്നു. കൃഷി കൊണ്ട് മാത്രം ജീവിക്കാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ചെറിയ തോതിൽ കച്ചവടങ്ങൾ ചെയ്യാൻ തുടങ്ങി. സാമ്പത്തികമായി യാതൊരു മെച്ചവും ഇല്ലാതിരുന്ന തന്റെ കുടുംബത്തിൽ നിന്ന് 4 സഹോദരിമാരെ കൂടി വിവാഹം ചെയ്തതിന് ശേഷം സ്വന്തമായി ഉണ്ടായിരുന്ന ചില നിലങ്ങളും പുരയിടങ്ങളും തനിക്ക് വിൽക്കേണ്ടി വന്നു. 1085 മുതൽ 1088 വരെ കൊച്ചുകുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അതിഭീകരമായ പരീക്ഷണ കാലഘട്ടങ്ങളായിരുന്നു. ആത്മസംഘർഷവും പീഡയും അദ്ദേഹത്തിന്റെ ശാരീരിക ആരോഗ്യത്തെയും മാനസിക ആരോഗ്യത്തെയും ഏറെ ബാധിച്ചു. കടുത്ത ദാരിദ്ര്യം ഭവനത്തിലുണ്ടായി. ആ കാലഘട്ടത്തെ ബാക്കായുടെ ദിവസങ്ങൾ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നത്. പരമക്രിസ്ത്യാനിത്വം എന്ന തന്റെ പുസ്തകത്തിൽ ആ കാലഘട്ടത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. കൊച്ചുകുഞ്ഞിന്റെ ജീവിതത്തിലെ നിർണായകമായ കാലഘട്ടങ്ങളായിരുന്നു അത്. ജീവിതം ഏകാന്തതയിലേക്ക് നീങ്ങി. ശരീരം നാനാ രോഗങ്ങളാൽ ബാധിക്കപ്പെട്ടു. ആരും സഹായത്തിനില്ലാതെയായി. തൻ്റെ ഭാര്യയും മക്കളും അവരുടെ വീട്ടിലേക്ക് കടന്നുപോയി. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും പരിഹാസത്തിനിടയിൽ താൻ ഒറ്റയ്ക്കായി. പല പ്രിയപ്പെട്ടവരും കണ്ടും കാണാതെയുമായി മറികടന്നുപോയി. സഹിക്കാൻ കഴിയാത്ത വേദനകളും വിട്ടുമാറാത്ത ദുഃഖങ്ങളും നിരാശയും തൻ്റെ കൂടപ്പിറപ്പായി മാറി. വേദധ്യാനവും ചിന്തയും പ്രാർത്ഥനയുമായി കൊച്ചുകുഞ്ഞിൻ്റെ ദിവസങ്ങൾ മുന്നോട്ടു പോയി. ഇതിനിടയിൽ തൻ്റെ 2-ാമത്തെ പുത്രൻ ശമൂവേൽ കൂടി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അത് തന്നെ തളർത്തിയ ഏറ്റവും വലിയ വിഷയമായിരുന്നു. തൻ്റെ പുത്രൻ്റെ ജീവനു വേണ്ടി വളരെയേറെ പ്രാർത്ഥിച്ചുവെങ്കിലും ദൈവത്തിൻ്റെ ഹിതം മറ്റൊന്നായിരുന്നുവെന്ന് മനസ്സിലാക്കി. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവ് കരങ്ങളിൽ ഏൽപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പാനപാത്രം സന്തോഷപൂർവ്വം കൈനീട്ടി വാങ്ങിക്കുവാൻ അദ്ദേഹം തയ്യാറായി. 1990 മുതൽ സുവിശേഷ ഘോഷണത്തിനായി അദ്ദേഹം തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ചു. മനുഷ്യരിൽ നിന്ന് യാതൊന്നും പ്രതീക്ഷിക്കാതെ സന്തോഷത്തോടെ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ അദ്ദേഹം തീരുമാനിച്ചു. 40-ൽ പരം വർഷങ്ങൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ചിലവിട്ടിട്ടുണ്ട്.
ആദ്യകാലങ്ങളിൽ അദ്ദേഹം വളരെ സമയം ചിലവാക്കി പ്രസംഗങ്ങൾ തയ്യാറാക്കി വന്നിരുന്നു. എന്നാൽ പിന്നീടുള്ള കാലങ്ങളിൽ അനുഭവങ്ങളിൽ നിന്ന് പറയുന്നതാണ് ഏറ്റവും അനുഗ്രഹമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. സുവിശേഷ പ്രവർത്തനങ്ങൾ ഓരോ സ്ഥലങ്ങളിലും തുടർന്നു പോകത്തക്കവണ്ണം ചില പ്രസ്ഥാനങ്ങളും സ്ഥാപനങ്ങളും അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. സുവിശേഷ പ്രവർത്തനങ്ങൾ ഓരോ സ്ഥലങ്ങളിലും തുടർന്നു പോകത്തക്കവണ്ണം പല പ്രസ്ഥാനങ്ങളും സ്ഥാപനങ്ങളും രൂപവൽക്കരിക്കുന്നതിൽ താൻ പ്രയത്നിച്ചിട്ടുണ്ട്. YMCA, സ്ത്രീധന ത്യാഗ പ്രസ്ഥാനം, തെന്നിന്ത്യ മോക്ഷപ്രയാണ സംഘം, സൗജന്യ വിദ്യാലയ പ്രസ്ഥാനം തുടങ്ങിയവയാണ് അതിൽ ചിലത്. മറ്റു പല ഗാനരചയിതാക്കളെ അപേക്ഷിച്ച് സാധു കൊച്ചുകുഞ്ഞുപദേശിയുടെ ഗാനങ്ങൾ വളരെ ലളിതമാണ്. സാധാരണ ജീവിതാനുഭവങ്ങളും സംഭവങ്ങളുമാണ് അദ്ദേഹത്തിന്റെ പാട്ടുകളിലേറെയും. ആഴമേറിയ ആത്മീയ അനുഭവത്തിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട ആശ്വാസഗീതങ്ങൾ ഏതു മനുഷ്യനെയും സ്വാന്തനപ്പെടുത്തുന്നവയാണ്. അവയിൽ ചിലതിന്റെ പശ്ചാത്തലം എന്തെന്ന് നോക്കാം. തന്റെ ഏകാന്തമായ അവസ്ഥയെ വല്ലപ്പോഴും ഇല്ലാതാക്കുന്നത് ഭവനത്തിന് സമീപം പാർക്കുന്ന പിതൃ സഹോദര പുത്രനും പുത്രിയുമായിരുന്നു. എന്നാൽ ഒരു പ്രഭാതത്തിൽ അവർ മറ്റൊരു സ്ഥലത്തേക്ക് പാർക്കുവാൻ പോകുന്ന വാർത്തയറിഞ്ഞ് താൻ വളരെയേറെ ഭാരപ്പെട്ടു. അപ്പോൾ തന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തിലേക്ക് ദൈവവചനം ഓടിയെത്തി. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ വചനം അദ്ദേഹത്തെ ബലപ്പെടുത്തിക്കൊണ്ട് സാധു ഇങ്ങനെ പാടുവാൻ തുടങ്ങി. ആരും എനിക്കില്ലെന്നോ, ഞാൻ ഏകനായി തീർന്നുവെന്നോ, മാനസത്തിൽ ആദ്യ പൂണ്ടു ഖേദിപ്പാൻ സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ എന്ന് തുടങ്ങുന്ന ഈ ആശ്വാസഗാനം ഏതൊരു ക്രിസ്തു ഭക്തനിലും സാന്ത്വനമേകുവാൻ അനേക വർഷങ്ങളായി നമ്മോടുകൂടെ പാർക്കുന്നു. മകൻ ശമൂവേൽ മരിക്കുന്നതിന് ചില നാളുകൾക്ക് ശേഷം കൃഷി ചെയ്തുകൊണ്ടിരുന്ന പുരയിടത്തിൽ ഒരാൾ ജോലി ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. തന്റെ മകന്റെ സമപ്രായക്കാരനും അയൽവാസിയുമായ ചെറുപ്പക്കാരനെ ഭാര്യ വിളിച്ച് ജോലി ചെയ്യിപ്പിക്കുകയായിരുന്നു. അപ്പോൾ സാധുവിന്റെ ഹൃദയം കഴിഞ്ഞ കാലങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു. മകന്റെ ഓർമ്മകൾ കണ്ണുകൾ നനച്ചു. മനസ്സ് ഇങ്ങനെ മന്ത്രിച്ചു. അദ്ദേഹത്തിന്റെ നാവുകളിൽ ചില വരികളിൽ കൂടെ വന്നു. ദോഷമായിട്ടെന്നോടൊന്നും എന്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ദുഃഖത്തിന്റെ പാനപാത്രം എന്ന് തുടങ്ങുന്ന ഗാനം അങ്ങനെ പിറവിയെടുത്തു. അന്ന് ശരീരമാസകലം ത്വക്ക് രോഗത്താൽ വളരെയധികം ഭാരപ്പെട്ടു. ഭൗതിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ സാധിക്കാതെ താൻ വളരെയേറെ പ്രയാസപ്പെട്ട നിമിഷങ്ങളായിരുന്നു അത്. പ്രഭാത സൂര്യന്റെ ഇളം ചൂടുള്ള കിരണങ്ങൾ തന്റെ ഭവനാങ്കണത്തിൽ പതിക്കുമ്പോൾ അവിടെ ഇറങ്ങി ഇളം വെയിൽ കൊള്ളുന്നത് പതിവായിരുന്നു. ആ സമയത്ത് സ്വന്തക്കാരനായ ഒരു വ്യക്തി തന്നെ കണ്ടിട്ടും കാണാതെ പോയപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് ഏറെ നൊമ്പരപ്പെട്ടു. വളരെ ഭാരത്തോടെ അദ്ദേഹം മുറിയിലേക്ക് കയറിപ്പോയി. പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ വീണ്ടും സ്പർശിച്ചു. തന്റെ തൂലികയെടുത്ത് ഇങ്ങനെ എഴുതി: ആരും സഹായമില്ല, എല്ലാവരും പാരിൽ, കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. എന്റെ ദൈവം സ്വർഗസിംഹാസനം എന്ന് തുടങ്ങുന്ന ഗാനവും അദ്ദേഹത്തിൽ നിന്ന് പിറന്നു. വീണ്ടും ഏറെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ തന്റെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് താൻ രചിക്കപ്പെട്ടിട്ടുണ്ട്. അനുഗ്രഹക്കടലെ, ആരിതാ വരുന്നു, ആനന്ദമുണ്ട്, എനിക്ക് ആനന്ദമുണ്ട്, ഉണരുക നീ എന്ന ആത്മാവേ, ഉഷകാലം നാം എഴുന്നേൽക്കുക. ഇങ്ങനെ ഒട്ടനവധി ഗാനങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതിൽ എല്ലാം തന്നെ ഇന്നത്തെ തലമുറയിലും ജീവിക്കുന്നു. സാധു കൊച്ചുകുഞ്ഞുപദേശിയുടെ ജീവിത സായാഹ്ന കാലം അക്ഷീണ പരിശ്രമത്തിന്റെ പരിസമാപ്തിയായിരുന്നു. 1119 ആണ്ടിൽ തനിക്ക് 60 വയസ്സ് തികഞ്ഞു. 1120 ആണ്ട് അവസാന മാസങ്ങളിൽ ക്ഷീണിച്ച ശരീരത്തോടും ഉണർന്ന മനസ്സോടും കൂടി പല സ്ഥലങ്ങളിലും പ്രസംഗിക്കുവാനും യോഗങ്ങൾ നടത്തുവാനും അദ്ദേഹത്തിന് സാധിച്ചു. ശാരീരിക അസ്വാസ്ഥ്യങ്ങളോടെ കിടക്കയിൽ കിടക്കുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സ് സ്വയം ചോദിച്ചു: എന്തേ ഇങ്ങനെ കിടക്കുവാൻ? ഇത് പതിവില്ലാത്തതല്ലേ? ദൈവത്തിന്റെ തിരുഹിതം എന്തെന്ന് മനസ്സിലാക്കുവാൻ താൻ 3 ദിവസം ഉപവസിച്ചു. ഒടുവിൽ കർത്താവിന്റെ ഹിതമെന്തെന്ന് ബോധ്യമായി. തന്റെ അവസാന നാളുകൾ അടുത്തിരിക്കുന്നു. അടുത്തു നിന്ന ശിഷ്യനോട് താൻ മരിച്ചു പോകുമെന്ന് പറയുകയുണ്ടായി. അന്ത്യാഭിലാഷങ്ങൾ അറിയിച്ചു. മരണാനന്തരം കർമ്മങ്ങൾ പോലും വ്യക്തമായി പറഞ്ഞു. തന്നെ ധരിപ്പിക്കേണ്ട വസ്ത്രങ്ങൾ ഒരുക്കി വെക്കണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ 1121 വൃശ്ചിക മാസം 15-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 8:45 മലങ്കര സഭാ ചരിത്രത്തിലെ അതിവിശിഷ്ടമായ ഒരു സുവർണ അധ്യായത്തിന്റെ അവസാന നാൾ മറഞ്ഞു കഴിഞ്ഞിരുന്നു. തന്റെ കല്ലറവാതിക്കൽ കരിങ്കൽ പലകയിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: സാധു കൊച്ചുകുഞ്ഞുപദേശിയുടെ മൺകുടാരം ഇവിടെ വെച്ചിരിക്കുന്നു. ആത്മാവ് നക്ഷത്രഗോളങ്ങൾക്കപ്പുറത്ത് കർത്താവിനെ വരവേൽപ്പാൻ കടന്നുപോയിരിക്കുന്നു.